എറണാകുളം മട്ടാഞ്ചേരിയിലെ ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 6 വർഷം. മാസങ്ങൾക്ക് മുമ്പ് നവീകരണം നടത്തി പുനരാരംഭിച്ചെങ്കിലും വീണ്ടും പ്രവർത്തനം നിലച്ചു. പ്രതിദിനം നിരവധി യാത്രക്കാരാണ് ബോട്ട് ജെട്ടിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഇത് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി. രാജ്യത്തെ ആദ്യ പാസഞ്ചർ ബോട്ട് ജെട്ടികളിലൊന്നായ ഈ ചരിത്ര സ്മാരകം ഇന്ന് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കോടികൾ മുടക്കി നവീകരണം നടത്തിയ ബോട്ട് ജെട്ടിയാണ് ഇപ്പോൾ വീണ്ടും അടച്ചുപൂട്ടിയത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മട്ടാഞ്ചേരി കൊട്ടാരം, ജൂത സിനഗോഗ് എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ജെട്ടിയാണ് 6 വർഷമായി ദുരവസ്ഥയിലായത്. കോടികൾ ചിലവിൽ നവീകരിച്ച് ആഘോഷപൂർവ്വം ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തെങ്കിലും 3 മാസങ്ങൾക്കുള്ളിൽ ജെട്ടിയിലേക്കുള്ള സർവീസ് വീണ്ടും നിലച്ചു. ഇതോടെ പ്രതിസന്ധിയിലായതാകട്ടെ സാധാരണക്കാരായ യാത്രക്കാരും. ടൂറിസ്റ്റ് വന്ന ജെട്ടിയാണ് വാട്ടർ മെട്രോ. അത് സർവീസ് നടക്കുന്നുണ്ട് ഇപ്പോഴും. സാധാരണക്കാരൻ്റെ ജെട്ടി ഓഫ് ചെയ്തിട്ടേക്കാനാണ്. അപ്പോൾ അത് സാധാരണക്കാരനുള്ള അവഗണന കാണിക്കാണ്. കാരണം കൂലിപ്പണിക്കാരന് ഏറ്റവും കൂടുതൽ പോകണം. ഈ ഐലൻഡിൽ വെല്ലിംഗ് ഐലൻഡിലേക്ക് പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. അവൻ നേരത്തെ പണിക്ക് വേണ്ടി പോകണം. ഒരു ദിവസം പണി കിട്ടണമെങ്കിൽ ഐലൻഡിൽ പോകണം. ഈ ഐലൻഡിൽ പോകണം 5 റുപ്യാണ് പെറി ബോട്ടിന്, 30 റുപ്യാണ് വാട്ടർ മെട്രോക്ക്. അപ്പോൾ ഏതിന് പോകും? അവൻ തിരിച്ചിട്ട് വരാൻ വേണം. അപ്പോൾ എനിക്ക് 60 റുപ്യായി. മറ്റേതാണ് 5 മണിക്ക് പണി കഴിഞ്ഞാൽ 5 റുപ്യനെ കൊടുത്താൽ മതി. അപ്പോൾ 10 റുപ്യ എനിക്ക് അങ്ങോട്ട് പോയി വരാൻ. കായലിൽ ചളി അടിഞ്ഞതാണ് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. നവീകരണം നടത്തിയ വേളയിൽ ഡ്രഡ്ജിംഗ് ചെയ്ത ചളി കായലിൽ തന്നെ കലക്കിക്കളഞ്ഞെന്നും നാട്ടുകാർ ആരോപിച്ചു. വീണ്ടും ഡ്രഡ്ജിങ്ങിന് കരാർ നൽകിയെങ്കിലും പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചുവെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഇതിപ്പോൾ 5-6 വർഷമായിട്ട് പൂട്ടി കിടക്കുന്ന ഇതായിരുന്നു. രണ്ടാമത് ഇത് ഓപ്പൺ ചെയ്ത് സർവീസൊക്കെ നടത്തി നോക്കിയപ്പോൾ ഇത് ബോട്ട് ഇവിടെ അടക്കാനൊന്നും പറ്റില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എന്നാലേ ഇതാവുള്ളൂ. ഇത് ഒരു ടീമിന് വേണം, ഒരു ടീമിന് വേണ്ട എന്നുള്ള ഒരു ഇതാരണമാണ് ഈ ജെട്ടി ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഡ്രഡ്ജിങ് ഇതുണ്ടാവും കിടക്കണമല്ലോ. ബോട്ടൊക്കെ അതൊക്കെ കൊണ്ടുവന്നാണ്. ഇതൊക്കെ പാലമൊക്കെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇതൊക്കെ വന്നിട്ടും ഇത് വെറുതെ ഇപ്പം വെറുതെ ഇട്ട് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഉപകാരമല്ല. വെറുതെ ചെയ്യണ ഗവൺമെൻറ്റിന് ഇതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ശമ്പളം പൈസയൊക്കെ ആയിട്ട് ബില്ലൊക്കെ എഴുതി വാങ്ങിക്കണം. രാജഭരണകാലത്ത് ഒരുക്കിയ സംവിധാനം ജനാധിപത്യം എന്നതോടെ നിലച്ചു എന്നതാണ് ജനങ്ങളുടെ പക്ഷം. ക്യാമറ പേഴ്സൺ അക്ഷയോടൊപ്പം രാജൻ അൻവർ, കേരള വിഷൻ ന്യൂസ്, കൊച്ചിൻ.